എടി വീട് മാറുമല്ലേ നീ കൂടെ വന്നാലേ ശരിയാകൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചെന്നൈയിലെത്തി. ഇത്രയും നാളും താമസിച്ച അപ്പാർട്ട്മെന്റിൽ നിന്നും പുതിയൊരിടത്തേക്ക് മാറുക എന്ന തീരുമാനം ഞങ്ങളുടേത് തന്നെയായിരുന്നു കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഇനി വലിയ താമസമില്ലാതെ മക്കളെയും കൂടെ കൂട്ടി ചെന്നൈയിലേക്ക് കുടിയേറേണ്ടി വരും. ഇപ്പോഴുള്ളത് ഒരു കുഞ്ഞ് അപ്പാർട്ട്മെന്റ് ആയിരുന്നേ. മക്കൾക്ക് അത്യാവശ്യം ഓടിക്കളിക്കാൻ വീടിനുള്ളിലെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പുതിയ മാറ്റം. ശരിക്കും നല്ലൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടാൻ ഇവിടെ ഇച്ചിരി പാടാ. ഇനി നല്ലതാണെങ്കിലോ റെന്റിന്റെ കാര്യം പിന്നെ പറയേം വേണ്ട. പുതിയത് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് തന്നെ ഇച്ചാൻ ഒരുപാട് അലഞ്ഞിട്ട് കണ്ടുപിടിച്ചതാ. പിന്നെ എന്നെ ഇവിടെ എത്തിച്ചതിന്റെ മെയിൻ ഉദ്ദേശം വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് വേണ്ടാത്തതൊക്കെ എടുത്ത് കളഞ്ഞ് പുതിയ വീട്ടിൽ എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണം. കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പം, പക്ഷെ ഈ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ എന്റെ പൊന്നെ ഒന്നും പറയണ്ട. ഇതിനായിരുന്നല്ലേ രാവിലെ നല്ല കനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു തന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഉം. അങ്ങനെ അടുക്കി പറക്കുന്നതിന്റെ ഇടയില് പണ്ട് ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോ കിട്ടിയ ചില കോംപ്ലിമെന്റ്സ് ഒക്കെ കണ്ടു കേട്ടോ. ആ സമയത്ത് എന്തൊക്കെയോ ഇരുന്നങ്ങ് ഓർത്തു. ട്വിൻസും പോരാത്തതിന് പ്രീമച്വർ ബേബീസും ആയതുകൊണ്ട് ഒരാൾ ജോലി ഉപേക്ഷിക്കണം എന്നതും ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നേ. ഒരുപാട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും നേടിയ മക്കൾക്ക് വേണ്ടി ജോലി വേണ്ടെന്ന് വെച്ചതിൽ സത്യമായിട്ടും ഇതുവരെ എനിക്ക് ഒട്ടും കുറ്റബോധം തോന്നിയിട്ടില്ല. പിന്നെ ജോലി വേണ്ടെന്ന് വെച്ച തീരുമാനം ആജീവനാന്തകാലത്തേക്കുള്ളതും അല്ല കേട്ടോ. സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ എനിക്ക് തന്നെ കൊടുക്കാറുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ കണ്ടന്റ് ക്രിയേഷനും. ആ, അങ്ങനെ നമ്മുടെ അടുക്കും വർക്കും തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടി കേട്ടോ. ഇതിപ്പോ ലാഭമായല്ലോ. പിന്നെ ഉണ്ടല്ലോ, പണ്ട് ഈ മമ്മിയില്ലേ എന്നെ പാത്രം കിട്ടിയാലോ അതൊക്കെ എടുത്തു വെക്കുമായിരുന്നേ. ഹോസ്റ്റലിൽ പോകുമ്പോൾ എനിക്ക് അച്ചാറും പലഹാരവും ഒക്കെ അതിനകത്തായിരുന്നു തന്നു വിടാറുള്ളത്. അങ്ങനെ കണ്ട പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്ന കാണുമ്പോൾ ഞാൻ പറയുമായിരുന്നു, മമ്മി എന്തിനാ ഈ ആക്രിയൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതെന്നും പറഞ്ഞ് എപ്പോഴും കളിയാക്കുവേ. ഞാനാ ഇപ്പൊ അതേ ക്ലീൻ ചെയ്യുമ്പോ കണ്ടോ എന്തോരം ആക്രി പാത്രങ്ങളാണെന്ന് അറിയാവോ ഇവിടെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ചിലപ്പോ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ പെൺമക്കളും നമ്മുടെ അമ്മമാരുടെ ശീലങ്ങളൊക്കെ കൂടെ കൂട്ടുമായിരിക്കും അല്ലേ. എന്തായാലും പുതിയ ഇടത്തേക്ക് ഈ ആക്രി പാത്രങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. എന്നാ പിന്നെ നിർത്തിയേക്കുവാണേ. പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ശരി, ടാറ്റാ.